പുറപ്പാട് 8-ാം അധ്യായം. ബാർക്കിമോർ. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചു, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. നീ അവരെ വിട്ടയക്കാൻ സമ്മതിക്കുകയില്ല എങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെ മുഴുവൻ തവളയെക്കൊണ്ട് ബാധിക്കും. നദിയിൽ തവള അനവധിയായി ജനിക്കും. അത് കയറി നിന്റെ അരമനയിലും ശയനഗൃഹത്തിലും കട്ടിലിന്മേലും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിൻ്റെ അപ്പം ചുടുന്ന അടുക്കളയിലും മാവ് കുഴയ്ക്കുന്ന തോളികയിലും വരും. തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല ഭൃത്യന്മാരുടെ മേലും കയറും. യഹോവ പിന്നെയും മോശയോട്, മിസ്രയീം ദേശത്ത് തവള കയറുവാൻ നദിയിന്മേൽ, പുഴകളിന്മേൽ, കുളങ്ങളിന്മേൽ വടിയോടുകൂടെ കൈ നീട്ടുക എന്ന് ആറോനോട് പറയണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആറോൻ മിസ്രയീമിലെ ജലാശയങ്ങളിന്മേൽ കൈ നീട്ടി തവള കയറി മിസ്രയീം ദേശം മുടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രത്താൽ അതുപോലെ ചെയ്തു മിസ്രയീം ദേശത്ത് തവളകളെ വരുത്തി. അപ്പോൾ ഫറവോൻ മോശയെയും ആറോനെയും വിളിപ്പിച്ചു, തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ടു പോകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിക്കുവിൻ. എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. മോശെ ഫറവോനോട്, തവള നിന്നെയും നിന്റെ ഗൃഹത്തെയും വിട്ടുമാറി നദിയിൽ മാത്രമായിരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. നാളെ എന്ന് അവൻ പറഞ്ഞു. ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്നു നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ. തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും നിന്റെ ഭൃത്യന്മാരുടെയും ജനങ്ങളെയും വിട്ടുമാറി നദിയിൽ മാത്രമാകും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ മോശയും ആറോനും ഫറവോന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശെ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ഗൃഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലും ഉള്ള തവള ചത്തുപോയി. അവർ അതിനെ കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു. എന്നാൽ സ്വൈരം വന്നു എന്നു ഫറവോൻ കണ്ടപ്പോൾ യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവനെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട്, നിന്റെ വടി നീട്ടി നിലത്തെ പുഴിയിൽ അടിക്കുക എന്ന് അഹരോനോട് പറയുക. അത് മിസ്രയീം ദേശത്ത് എല്ലായിടത്തും പേനായിത്തീരും എന്ന് കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അഹരോന്റെ വടിയോടുകൂടെ കൈ നീട്ടി നിലത്തെ പൂഴിയിൽ അടിച്ചു. അത് മനുഷ്യരുടെ മേൽ മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു. മിസ്രയീം ദേശത്തെങ്ങും നിലത്തെ പൂഴികളിലെല്ലാം പേനായി തീർന്നു. മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഇല്ലാതാക്കുവാൻ അതുപോലെ ചെയ്തും അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനിൽ ഉള്ളതായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിൻ്റെ കരത്താൽ ആകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട് അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചു, നീ നാളെ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിൽക്കണം.
അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. നീ എൻ്റെ മാനത്തെ വിട്ടയക്കുക ഇല്ല എങ്കിൽ ഞാൻ നിന്റെ മേൽ നിന്റെ ഭൃത്യന്മാരുടെയും നിന്റെ ജനത്തിൻ്റെ മേലും നിന്റെ ഗൃഹങ്ങളിലും നായീച്ചയെ അയക്കും. മിസ്രയീമ്യരുടെ വീടുകളിലും അവർ പാർക്കുന്ന ദേശത്തും നായീച്ചയെ കൊണ്ട് നിറയും. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്ത് അന്നു ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. എൻ്റെ നിന്റെ ജനത്തിൻ്റെ മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും. നാളെ ഈ അടയാളമുണ്ടാകും. യഹോവ അങ്ങനെ തന്നെ ചെയ്തു. അനവധി നായീച്ച ഫറവോന്റെ അരമനയും അവൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രയീം ദേശത്തും എല്ലായിടത്തും വന്നു. നായീച്ചയാൽ ദേശം നശിച്ചു. അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിനു യാഗം കഴിക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് മോശ, അങ്ങനെ ചെയ്തുകൂടാ, മിസ്രയീമ്യരുടെ അറപ്പായുള്ള ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രയീമ്യർ അറപ്പായുള്ളത് അവർ കാണുകെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ? ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ വിട്ടയക്കാം. അതിദൂരം മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് മോശ, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്നു, യഹോവയോട് പ്രാർത്ഥിക്കും. നാളെ നായീച്ച ഫറവോന്റെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോകും. എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ജനത്തെ വിട്ടയക്കാൻ തിരിക്കുന്നതിനാൽ ഫറവോൻ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ മോശയും ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. നായീച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോയി. എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല. ബാറയ്ക്കുമോർ.